ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കാമുകിയുടെ തൊണ്ടയിൽ ഉണ്ണിയപ്പം കുരുങ്ങി തേങ്ങ അല്ലെങ്കിൽ അവിടെ ഇന്റർവെല് തൊണ്ടയില് കാരപ്പം ഉണ്ണിയപ്പം കുടുങ്ങിയേക്ക. അത് മറ്റേ തലയിൽ തേങ്ങ കൊണ്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കിടക്കുമ്പോൾ ഇത്രയും വലിയ തേങ്ങ കൊണ്ട് ഇറങ്ങിപ്പോവില്ല. ഫഹദ് ഫാസിൽ പുള്ളി ഇങ്ങനെ കിടന്നിട്ട് നോക്കുമ്പോ അവിടെ ഫ്ലെക്സില് പാലക്കാട് ഒരു പോസ്റ്റർ കല്യാണം പാലുകാച്ചൽ കല്യാണം അതാണ് ഉദ്ദേശിച്ചത്. പച്ച ചക്കർന്ന് പുള്ളി ചത്തുപോയാണ്. പുഴ പഴുത്തായിരുന്നു. പുള്ളിയുടെ മേത്തേക്കൂടെ കൂടെ ഇങ്ങനെ പോയാലും പുള്ളി രക്ഷപ്പെട്ടു. അപ്പൊ എന്നെ കണ്ട് അപ്പൊ ഞാനൊരു കഥ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് നിങ്ങളത് ഫില്ല് ചെയ്യണം. അതിപ്പോൾ നമ്മൾ കഥ എന്ന് പറയുമ്പോൾ ഒരു ബിഗിനിങ് ഉണ്ടാവും, ഒരു നടുക്കൊരു ഭാഗം ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഈ കഥ പോകുന്നത്. ആൻഡ് നിങ്ങൾ ഈ കഥ പറയുമ്പോൾ അതിലേക്ക് ഞാൻ ചില വാക്കുകളോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളോ പേരുകളോ ഒക്കെ ആഡ് ഓൺ ചെയ്യും. അപ്പൊ അത് ആഡ് ചെയ്തിട്ട് ആ കഥ പോകണം. ഓക്കെ, ശരി. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ നിന്ന് വേണം, ഇവിടെ നിന്ന് അവിടുന്ന് മതിയാവും. അപ്പൊ എനിക്കൊരു ഓളം കിട്ടും. ആള് പടത്തിന്റെ സ്റ്റാർട്ട് പറഞ്ഞ് ഞാൻ പകുതി പറ അങ്ങനെ പോവാണോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ആ പരിപാടി ഇല്ല. ഇവിടെ വന്നവരെല്ലാരും വിട്ടു. ഓക്കെ, അപ്പോൾ ഒരു കാമുകനും കാമുകിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ February 14th നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ മുട്ടനിടി ഭയങ്കര വഴക്കൊക്കെ. അപ്പോൾ അവരങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു 14th എന്തായാലും സിനിമ പൈങ്കിളി റിലീസ് ആവാണ്. അപ്പോൾ കാമുകൻ പറഞ്ഞു ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഇവർ 14th സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുവാണ്. ഓക്കെ, കഥ തുടരണം. കഥ തുടരണം. ഫസ്റ്റ് ഡേ ഷോ കാണാൻ അവർ വനിതാ വിനീതിയിൽ പോയി. നല്ല കഥയായിരിക്കും. അങ്ങനെയല്ല, കുറച്ച് പറയണം. ഞാൻ കുറച്ച് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് കുറച്ച് വാക്കുകൾ ആഡ് ഓൺ ചെയ്യും. അപ്പൊ അതും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അവർ ഫസ്റ്റ് ഡേ ഷോ കാണാൻ വേണ്ടി വനിതാ വിനീതിയിൽ പോയി. ഭയങ്കര ആളും ബഹളമായിരുന്നു. പടം ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേക്ക് അവർ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ക്യാമറ ആയിട്ടൊക്കെ ആൾക്കാർ ഓടിക്കൂടി. അപ്പോൾ അവർ പറഞ്ഞു നല്ല രസമുണ്ട് ഫസ്റ്റ് ഹാഫ് കാണാൻ, അടുത്ത ബാക്കിയും കൂടെ കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. അവർ അത്തിക്ക് കയറി. ഉണ്ണിയപ്പം തിരക്കും തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് കാമുകിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി കൊതിയായത്. അപ്പോഴത്തേക്ക് കാമുകൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ പുറത്ത് ഉണ്ണിയപ്പം കിട്ടുമെന്ന്. അങ്ങനെ പുറത്തിറങ്ങിപ്പോയി പുള്ളി ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വന്നു. രണ്ടുപേരും കൂടെ ഉണ്ണിയപ്പവും കട്ടൻ ചായയും കൂടെ കഴിച്ചു. ചായ അകത്തേക്ക് കയറ്റാൻ അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ ചായ പുറത്ത് വെച്ചിട്ട് ഉണ്ണിയപ്പം ഇട്ടകത്ത് പോയി രണ്ടുപേരും കൂടെ ഉണ്ണിയപ്പം കഴിച്ചു. ഓക്കെ, എന്റെ കണ്ടിന്യൂസ് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അപ്പം ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമുകിയുടെ തൊണ്ടയിൽ ഉണ്ണിയപ്പം കുരുങ്ങി. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ശ്വാസം മുട്ടായി. അപ്പം പക്ഷെ കാമുകിന് പടം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് വെള്ളം ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പുറത്തൊക്കെ പോയി ജ്യൂസൊക്കെ വാങ്ങി വരുമ്പോഴേക്കും അവിടെ എവിടെയെങ്കിലും ഒരു തെങ്ങുന്നൊരു തേങ്ങ പുള്ളിയുടെ തലയിൽ വീണ് പുള്ളി അവിടെ സൈഡായി പുള്ളി കിടന്നു. അവിടെ ഇന്റർവെല്. സ്റ്റാർട്ട് ചെയ്തോളൂ. സെക്കൻഡ് ഹാഫ് റോട്ടി കിടക്കുക. അങ്ങനെ പുള്ളീനെ ലാസ്റ്റ് പുള്ളിക്കാരത്തി പൊക്കിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാതിരിക്കുവാണ്. പുള്ളിക്കാരത്തി ഇരുന്ന് പടം കാണുന്നു. പുള്ളിക്കാരൻ അവിടെ കിടക്കുന്നു. അവിടെ പടം കാണാൻ ഉണ്ണിയപ്പം കുടിയേക്ക. അത് മറ്റേ തലയിൽ തേങ്ങ കൊണ്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കിടക്കുമ്പോൾ ഇത്രയും വലിയ തേങ്ങ കൊണ്ട് ഇറങ്ങിപ്പോവില്ല. എന്ത് ലോജിക്ക്. അപ്പൊ തേങ്ങ കിടപ്പുണ്ട്, പുള്ളി അവിടെ കിടക്കുന്നു. അങ്ങനെയാണ് എന്റെ ക്ലൈമാക്സ്. പുള്ളിക്കാരത്തി പടം കാണുന്നു. പുള്ളി ഇങ്ങനെ കിടന്നിട്ട് നോക്കുമ്പോ അവിടെ ഫ്ലെക്സില് പാലക്കാട് ഒരു പോസ്റ്റർ. അങ്ങനെ പിന്നെ അപ്പൊ അങ്ങനെ കിടന്ന് പുള്ളി കിടക്കുമായിരുന്നു. ക്ലൈമാക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ പുള്ളിക്കാരത്തി അവിടെ പടം കാണുന്നു, കിടക്കുന്നു. കല്യാണം പാലുകാച്ചൽ കല്യാണം അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പുള്ളിക്കാരത്തി ആ സമയത്ത് പടം കണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി. അയ്യോ എന്റെ മൊട്ടെ അങ്ങനെ വരുമ്പോഴേക്കും ഒരു മൊട്ട അടിച്ചൊരു ചേട്ടൻ പുള്ളിനെ കയറ്റി ഓട്ടോറിക്ഷ കയറ്റി പുള്ളിനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ പുള്ളിക്കാരത്തി അയ്യോ എന്റെ ചേട്ടൻ എവിടെ, ഉണ്ണിയപ്പം കഴിച്ച ചേട്ടൻ എവിടെ എന്ന് പറയുമ്പോൾ അപ്പോൾ പറയാ ഒരു തേങ്ങ വേണ്ട ചേട്ടൻ കൊണ്ട്. അയ്യോ ആ തേങ്ങ എടുത്ത് പുള്ളിക്കാരത്തി അടുത്ത ഓട്ടോറിക്ഷയിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ നിന്ന് ഡോക്ടർ കണ്ടു, കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു. അവർ നേരെ വീട്ടിലേക്ക് പോയി. പൈങ്കിളി കണ്ട് തേങ്ങ അവിടെ ഒരു മുഴയുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്നു. പൈങ്കിളി കണ്ട സന്തോഷത്തിൽ അവർ ആ ദിവസം പൂച്ച അപ്പൊ അവിടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. പോയത്.
അത് പൂച്ചക്ക് കൊടുത്തു. പൂച്ച വളരെ സന്തോഷത്തോടെ തിന്നു തീർത്തു. ഒരു feel good പടം അതാണ് കുപ്പി പുള്ളിയുടെ. അത് കഴിഞ്ഞ് പൂച്ച കുപ്പി തട്ടി കളിച്ച് എൻജോയ് ചെയ്തു. കുപ്പി തട്ടി കളിച്ച് താഴത്തെ. അങ്ങനെ അങ്ങനെ പുള്ളിയുടെ സുഹൃത്തുക്കൾ കാണാൻ വരികയാണ്. അങ്ങനെ ഒരു കുപ്പിയൊക്കെ എടുത്ത് 2 റോക്ക് അടിച്ച് പുള്ളി ആ വേദന. പുള്ളി പക്ഷെ കഴിച്ചില്ല, കാരണം ആന്റിബയോട്ടിക് എടുക്കുന്ന കാരണം കൊണ്ട് കഴിക്കാൻ പറ്റില്ല. കാരണം പുള്ളി കഴിച്ചില്ല, ബാക്കിയുള്ളവർ കഴിച്ചു. നീ എന്ത് പുള്ളിക്കാരി കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഉണ്ണിയപ്പം തൊണ്ടേ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് പുള്ളിക്കാരി അവിടെ എൻജോയ് ചെയ്യുന്ന ആ ദിവസം. അങ്ങനെ പറയും, നമുക്ക് ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ വേറൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. വൈഫ് പോയിട്ട് ഇത് പോയി ഇത് വേറെ കഥ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് വീട് 2 എപ്പിസോഡ് 3 എപ്പിസോഡ് നിങ്ങൾക്ക് തന്നെ നല്ല ഞാൻ സീരിയസ് ആയി. അതിപ്പോഴും എന്റെ ആയിട്ടില്ല, ഒരു 3-4 മക്കളും കൂടെ ഉണ്ട്. ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. നീ പറഞ്ഞ വാക്ക് പറഞ്ഞാൽ അപ്പൊ അവര് പകുതിയല്ലേ കണ്ടിട്ടുള്ളൂ. വാഴപ്പഴം. ഹസ്ബൻഡ് എന്ത് ചെയ്താ മരുന്ന് കഴിക്കുന്നില്ല. അപ്പൊ ഭാര്യ എന്താ വെച്ചാൽ വാഴപ്പഴത്തിന്റെ അകത്ത് മരുന്ന് വെച്ചിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് കഴിപ്പിച്ചു. എന്നിട്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന പുള്ളിക്കാരൻ ഭയങ്കര സങ്കടം. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫല്ലേ കാണാൻ പറ്റിയിട്ടുള്ളൂ, പടത്തിന്റെ ബാക്കി കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അവർ തീരുമാനിക്കണം നമുക്ക് ഒന്നുകൂടെ ടിക്കറ്റ് എടുത്തിട്ട് ഒന്നും കൂടെ പൈങ്കിളി കാണാൻ പോകും. അങ്ങനെ അവർ വീണ്ടും പൈങ്കിളി കാണാൻ വേണ്ടി തിയേറ്റർ പോയി. രാവിലെ ചെമ്മീനും ചോറും കഴിച്ചിട്ടാണ് അവർ പോയത്. എന്നിട്ട് നേരെ തിയേറ്ററിൽ പോയി എന്നിട്ട് പടം കണ്ടു. വീണ്ടും ഫസ്റ്റ് ഹാഫ് കണ്ട് ഇന്റർവെല്ലിന് വീണ്ടും ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ വെച്ച് പുള്ളി പുറത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ, അപ്പൊ പുള്ളി പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ വാങ്ങി അകത്തോട്ട് കയറുമ്പോൾ പുള്ളി പിന്നെ റിയലൈസ് ചെയ്യുന്നത് രാവിലെ കഴിച്ച ചെമ്മീൻ അലർജി അടിച്ച് മെയിൽ മൊത്തം ചൊറിഞ്ഞ് ഫുൾ പ്രശ്നമായി. പുള്ളിക്കാരിക്ക് പിന്നെയും പ്രശ്നം. അപ്പൊ ഈ പുള്ളി പിന്നെയും പുറത്തിറങ്ങി ഒന്നെന്തെങ്കിലും ഡോക്ടറെ നോക്കുമ്പോ മോളൊരു ചക്ക വീണ് പുള്ളി പിന്നെയും കിടന്നു. പുള്ളി പിന്നെ അവിടെ കിടന്ന് പുള്ളി ഇന്റർവെൽ അവിടെ സെക്കൻഡ് ഹാഫ് പച്ചച്ചക്കറിന്ന് പുള്ളി ചത്തുപോയന. പുഴ പഴുത്തായിരുന്നു. പുള്ളിയുടെ മേത്തേക്കൂടെ ഇങ്ങനെ പോയാലും പുള്ളി രക്ഷപ്പെട്ട്. പിന്നെ അപ്പുറം തന്നെ പുള്ളി ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അത് മേടിച്ച് വീണ്ടും പടത്തിന് കയറി. അങ്ങനെ പുള്ളിക്ക് പടത്തിന് കയറാൻ പറ്റുള്ളൂ മക്കളെ. സെക്കൻഡ് ഹാഫ് കൊച്ചിയിലാണ് സിനിമ കണ്ടോണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ അങ്ങനെ പുള്ളി 2 സെക്കൻഡ് ഹാഫ് കാണാൻ കയറുന്നു. അങ്ങനെ പടം കണ്ട് ഇവിടെ ഹാപ്പി ആയി. അങ്ങനെ പുള്ളി പടം കണ്ടിറങ്ങുമ്പോഴേക്ക് ഞങ്ങള് തിയേറ്റേഴ്സിന്റെ അവിടെ ചെന്നേക്കാറ്. അപ്പൊ എന്നെ കണ്ട് അങ്ങനെ കൊടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തവര് പോയി. അല്ല അതോടെ നമ്മുടെ സിനിമ തീർന്നു അല്ലേ? അതെ, നമ്മുടെ സിനിമ തീർന്നു. നല്ലൊരു സിനിമയായിരുന്നു. ഇതൊന്നും സിനിമയാക്കിയേക്കല്ലേ അല്ലേ? ഈ സ്ക്രിപ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് കൊണ്ടുപോയാല്.